ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് കാണിച്ചത്. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക നല്ല രീതിയിൽ വാഷ് ചെയ്യാം. അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിനെ അരിയാം. വീക്ക് വയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അരിയാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വീക്ക് വയ്ക്കാമെന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിന് എല്ലാത്തിനെയും അരിഞ്ഞെടുക്കാം. ഓക്കെ, രാവിലെ തന്നെ നല്ല മഴക്കൂടുണ്ട്. മഴ പെയ്യാനാണ് ചാൻസ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പാടാണ്, കാരണം മൈക്കില്ലാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ള നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. മഴ പെയ്യട്ടെ പ്രാർത്ഥന. ഇന്ന് വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോ എടുക്കുന്നതും വീഡിയോ പറയുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. മുത്ത് സ്കൂളിൽ പോയിരിക്കുകയാണ്. ഇപ്പം അതിനൊരു ഉറക്കമാണ്. അപ്പോൾ അതിനുമില്ല, മുത്തില്ല, ഇപ്പില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. എല്ലാവരും ക്ഷമിക്കാം. ഓക്കെ, രണ്ടാഴ്ച എന്തിനാണ് ഇങ്ങനെ കീറുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്ത് പുഴു ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റേത് അരിഞ്ഞ് പകുതി ആകുമ്പോഴായിരിക്കും പുഴു കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ അരിയുന്ന ടൈമിൽ പുഴു ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് അരിയാൻ പറ്റും. അതിനാണെങ്കിൽ രണ്ടായിട്ട് കീറുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണോ വെണ്ടയ്ക്ക ഒഴുക്കി വയ്ക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ട് എങ്ങനെയാണ് വയ്ക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. വെണ്ടയ്ക്ക അരിഞ്ഞ് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ഇടണം. അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് വരാം. നമുക്ക് വേണ്ടത് ഒരു സവാളയും ഒരു പച്ചമുളകുമാണ്. നമുക്ക് രണ്ട് നല്ല രീതിയിൽ പൊടിച്ച് കഴുകിയിട്ട് വരാം. ഇതിൻ്റെ നടുക്കൊക്കെ ഭാഗം നമുക്ക് ചൂടെടുക്കാം. പണ്ടുള്ളവർ പറയും ഇത് കഴിച്ചാൽ ക്യാൻസറൊക്കെ വരുമെന്ന്. നമുക്ക് എന്തായാലും റിസ്ക് എടുക്കണ്ട. ഇത് നമ്മൾ ആദ്യമേ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി വരും. നമുക്ക് രണ്ടും വാഷ് ചെയ്തിട്ട് വരാം. സവാള ഇതിലേക്ക് സവാള ഇതിലേക്ക് ഇടാം. സവാള ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് അതിന് പിന്നെ ഒരു പീസാക്കിയിട്ട് അതുപോലെ ഇങ്ങനെ അരിയാണ് കറിയും നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സവാളയും പച്ചമുളകും അരിഞ്ഞിരിക്കുകയാണ്. ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. പിന്നെ ചൂടാകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടെടുത്ത് നമുക്കിതിലേക്ക്
സവാളയും പച്ചമുളകും കൂടി തട്ടി കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനുശേഷം വെണ്ടയ്ക്ക ഇട്ട് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കാരണം ആവിയിലാണ് വേവേണ്ടത്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിന് മുമ്പായിട്ട് ഉപ്പിടണം. ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്തായാലും അടച്ചു വയ്ക്കാം. ആവിയിൽ കിടന്നൊന്ന് വേവട്ടെ. ഓക്കെ, അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിത് തുറന്ന് നോക്കാം എന്താണ് പരിവെന്ന്. നല്ല രീതിയിൽ വേഗമാണ്. ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി. ഒന്നുകൂടി കിടക്കട്ടെ. ഇപ്പോൾ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ തേങ്ങ ഇട്ട് കൊടുക്കാറില്ല, പക്ഷേ ഇവിടെ തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.